Hi guys. Hi guys. How are you? How are you? How are you? സുഖമാണോ എന്ന് ചോദിച്ചേ. സുഖമാണോ? ഗുഡ് ജോബ്. അപ്പൊ ഞങ്ങള് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, ഇങ്ങനെ ഫേസ് ചെയ്ത് അല്ലെ, ക്യാമറ ഫേസ് ചെയ്ത്. നമ്മൾ കോമഡി ചെയ്യുന്നതല്ലാതെ, കോമഡി വീഡിയോസ് ചെയ്യുന്നതല്ലാതെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പൊ നമ്മൾ ഈയിടെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്റ്റോറി ഇട്ടായിരുന്നു, ആസ്ക് മീ എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങളുടെ അടുത്ത് കുറച്ച് ആൾക്കാർ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിനായിട്ട് ഒരു റിപ്ലൈ പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, എന്താണ് ഇപ്പോൾ കുറേ നാളായല്ലോ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, എന്താണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്ന്. ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. സോ വിത്ത് ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾ രണ്ടുപേരും പ്രിപ്പയർ ചെയ്ത ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ ഇനി മുതൽ ഒരു നഴ്സ് പ്രാക്ടീഷണറുടെ റോളിലേക്കും ഇച്ചാൻ വന്നിട്ട് അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീഷണർ റോളിലേക്കും ഞങ്ങൾ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അതെ. സോ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് കൊച്ചിനെയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത് കുറേ കഷ്ടപ്പെട്ട് അല്ലേ. അതെ. എനിവേസ് ഇൻ്റർവ്യൂ ഞങ്ങളങ്ങനെ പാസ്സായി. സോ ഇൻ്റർവ്യൂ ആയിരുന്നു മെയിൻ റീസൺ ഞങ്ങൾ വീഡിയോസ് കുറേ നാൾ ചെയ്യാതിരിക്കുന്നതിൻ്റെ. പിന്നെ നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ജോബിനെ കുറിച്ച്. അതെ, നഴ്സ് പ്രാക്ടീഷണർ കുറേ പേര് ചോദിച്ചിരുന്നു, എന്താണ് നഴ്സും നഴ്സ് പ്രാക്ടീഷണറും തമ്മിലുള്ള വ്യത്യാസം. സോ അപ്പോൾ പറ. സോ ഒരു നഴ്സും നഴ്സ് പ്രാക്ടീഷണറും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേയും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാം. അതാണ് ഒരു നഴ്സ് പ്രാക്ടീഷണറും ഒരു നഴ്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഠിത്തവും കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിനു വേണ്ടി ചുരുക്കത്തിൽ പറഞ്ഞാൽ അത് നമ്മളൊരു നാട്ടിലത്തെ ഒരു ഡോക്ടർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ മെഡിക്കേഷൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യാം, പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കാം, എന്നിട്ട് പേഷ്യൻറ്റിനെ നമുക്ക് സ്വന്തമായിട്ട് ഡിസ്ചാർജ് ചെയ്യാം. അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. ഞാനത് ഓൾമോസ്റ്റ് ഇപ്പം തന്നെ 7 years ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനഫ് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീഷണർ റോളിലേക്ക് മൂവ് ചെയ്യാം. അത് ഇൻ്റർവ്യൂസും പഠിത്തവും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം അതെല്ലാം പാസ്സായി ഇപ്പം ആണ് ആ ജോബിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റായിട്ട് എനിക്കിപ്പം കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഞങ്ങൾ രണ്ടുപേരും സെയിം ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് അവേഴ്സ് കിട്ടാറുണ്ട്. സോ ഞങ്ങൾ ഓപ്പോസിറ്റ് ഷിഫ്റ്റ്സ് ആണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, അല്ല ഒരുപാട് പേരല്ല, എക്സാക്ട് പറയുകയാണെങ്കിൽ 2 പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ടൈമൊക്കെ മാനേജ് ചെയ്യുന്നത്. സോ ഞാൻ 20 hours ജോലിക്ക് പോകുന്നുള്ളൂ. ഇനി മുതൽ 27.5 hours ഇൻക്ലൂഡിങ് നമ്മുടെ യൂണിവേഴ്സിറ്റി അവേഴ്സ് കൂടെ കൂട്ടി 27.5 ഞാൻ പെർ വീക്ക്. അതെ, ഇച്ചാൻ പോകുന്നത് 37.5 hours ആണ്. അതിനകത്ത് 7.5 hours യൂണിവേഴ്സിറ്റി പെർ വീക്ക്. അതെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കുട്ടി കോമഡി വീഡിയോസ് ആണ്. കാരണം ഒത്തിരി സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ആ വീഡിയോസൊക്കെ കാണാറുണ്ട്, അതുപോലെ ഫണ്ണിയാണ്, പിന്നെ പോസ്റ്റ്മോർട്ടം സമയത്തൊക്കെ അതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി, തമാശയായിട്ട് തോന്നി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അല്ലേ, നമുക്കതൊരു എൻകറേജ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ കൊച്ച് നഴ്സറി പോകുന്നുണ്ട്, ഉച്ചവരെ അവൾ നഴ്സറി പോകുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ കുറച്ച് ടൈം കിട്ടാറുണ്ട്. അപ്പോഴാണ് ഞങ്ങളുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതെ, എല്ലാം ആ സമയത്താണ്. പിന്നെ ഒരാളെ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, ഞങ്ങൾക്ക് ഒരു കുട്ടിയേ ഉള്ളൂ. അവളുടെ പേര് ഇസ. അപ്പോൾ നമ്മുടെ പേജിൻ്റെ പേര് അതാണ്, ഇസ വിത്ത് മോം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ പതിയെ ഞങ്ങളുടെ കൂടെ കൂടി. കാര്യം സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവസാനം ജെയ്മിക്ക് സത്യം പറഞ്ഞ വീഡിയോസ് ചെയ്യുന്നത് ഭയങ്കര പാടാണ്. ഞാനാണ് തള്ളി ചെയ്യിപ്പിക്കുന്നത്. ഞാൻ കുറച്ച് മടിയാണ് എനിക്ക്. അപ്പോൾ അപ്പയ്ക്കും കൂടെ ഇച്ചാനും കൂടെ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ടിക്ടോക്കിലും ഒക്കെ ഞാൻ വീഡിയോസ് ചെയ്യുമായിരുന്നു. പിന്നെ പക്ഷേ ലൈക്ക് നമ്മൾ കരിയർ പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മളങ്ങ് അതൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ജെയ്മി കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെന്റ് ഒക്കെ ഉണ്ടായത്. അതുപോലെ അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചു.
അപ്പോൾ പറഞ്ഞു. അറേഞ്ച്ഡ് മാരേജ് ആണ്. ഞാനിവിടെ 2018 ഇവിടെ UK നഴ്സായിട്ട് വന്നതാണ്. ജെയ്മി 2019. ഇതൊരു നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും സെയിം ഡേയിലാണ് ഡിഫറെന്റ് ഇയേഴ്സ്, അതായത് ഒരു വർഷത്തെ ഗ്യാപ്പില് സെയിം ഡേ സെപ്റ്റംബർ 19th ഞങ്ങൾ രണ്ടുപേരും UK എത്തുന്നത്. അതെ. പിന്നെ 2 years കഴിഞ്ഞിട്ട് മാട്രിമോണി സൈറ്റിൽ കൂടെ ആണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയതും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നിയതും ദെൻ ലൈക്ക് അവിടെ നിന്ന് പ്രൊസീഡ് ചെയ്തതും. ആൾക്കാർ ചോദിക്കാറുണ്ട് എങ്ങനെ ഇത്രയും രണ്ടുപേര് ഒരേ വൈബ് ആയത്. അതെങ്ങനെ ആയെന്ന് ചോദിച്ചാൽ ഒരേ വൈബേ അല്ല, എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. അതെ, അടി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ എക്സ്ട്രീം ആയിട്ട് അടി ഉണ്ടാക്കാറുണ്ട്. അതെ, അല്ലാത്തപ്പോ തട്ടിമുട്ടി പോവാറുണ്ട്. അതെ, എല്ലാം ഫാമിലിയും ഉള്ളത് പോലെ കുറച്ച് ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് എല്ലാ ഫാമിലീസിനുള്ള പ്രോബ്ലംസ് പോലെ നമുക്കും ഉണ്ട്. അതെ, ഒബിയസ്ലി നമ്മള് ഫണ്ണായിട്ടുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതെ. പിന്നെ വീട് എവിടെയാണെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. നാട്ടിൽ എവിടെയാണെന്ന്. നാട്ടിൽ ഞാൻ കോട്ടയം, എക്സാക്ട് പറയുകയാണെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ മണിമല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊല്ലം പട്ടത്താനം എന്ന് പറയുന്നത് പ്രോപ്പർ പട്ടത്താനമാണ്. പിന്നെ ഇവിടെ ഞങ്ങള് UK കോൾച്ചസ്റ്റർ എന്ന് പറഞ്ഞ SX കൗണ്ടിയിൽ 2021 ഞങ്ങൾ ഇവിടെ വീട് മേടിച്ചു. 2021 വീട് വാങ്ങിച്ചു. ഇപ്പൊ ഇവിടെ സെറ്റിൽഡ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളെ പറ്റി പറഞ്ഞാൽ. ഇപ്പോൾ ഞങ്ങൾ ഫുള്ള് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താ, ഞങ്ങളുടെ കൊച്ച് ഇസയിലും അതുപോലെ കരിയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒബ്വിയസ്ലി ഞങ്ങളുടെ എന്താ ഫ്രീ ടൈമിൽ നമ്മളെപ്പോഴും എന്തായാലും വീഡിയോസ് ചെയ്യും, മാക്സിമം ചെയ്യാൻ നോക്കും. അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് യൂട്യൂബിലും ഒരു ചാനലുണ്ട്, ഇത് തന്നെ ഇസ വിത്ത് മോം. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന വീഡിയോസാണ് യൂട്യൂബിലും ഇടാറ്. അതുപോലെ കുറച്ച് ലോങ് വീഡിയോസൊക്കെ യൂട്യൂബിലും ഞങ്ങളുടെ ചെറിയ ചെറിയ ട്രാവലിൻ്റെയും ഫാമിലി ടൈമിൻ്റെയും ഒക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ടൈം പോലെ നമ്മൾ അതും യൂട്യൂബിലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ യൂട്യൂബിലും സപ്പോർട്ട് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇപ്പം വേറെ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് പറഞ്ഞത് ആൾക്കാർക്ക് ഈ നഴ്സിങ്ങിനെ കുറിച്ചും ഇവിടുത്തെ കറണ്ട് ജോബ് സിനാരിയോസിനെ കുറിച്ചും അതിനെക്കുറിച്ച് കുറേ ഇമെയിൽസും മെസ്സേജസും ഒക്കെ വരാറുണ്ട്. ഞങ്ങൾക്ക് പറ്റുന്നത് പോലെയൊക്കെ ഞങ്ങളത് ആൻസർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വി ആർ ഓൾവേസ് ഓപ്പൺ ആസ് വെൽ. അതെ, താങ്ക് യു.